ഇന്നത്തെ വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 17 മുതൽ 42 വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 17 മുതൽ 42 വരെ. പിന്നെ മഹാപുരോഹിതനും സദൂക്യരുടെ മതക്കാരായ അവൻ്റെ പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞെഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കി. രാത്രിയിലോ കർത്താവിൻ്റെ ദൂതൻ കാരാഗൃഹവാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ഈ ജീവൻ്റെ വചനമെല്ലാം ജനത്തോട് പ്രസ്താവിപ്പിൻ എന്നു പറഞ്ഞു. അവർ കേട്ട് പുലർച്ചയ്ക്ക് ദേവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചുകൊണ്ടിരുന്നു. മഹാപുരോഹിതനും കൂടെയുള്ളവരും വന്ന് ന്യായാധിപ സംഘത്തെയും ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാരെയും എല്ലാം വിളിച്ചുകൂട്ടി അവരെ കൊണ്ടുവരുവാൻ തടവിലേക്ക് ആളയച്ചു. ചേവകർ ചെന്നപ്പോൾ അവരെ കാരാഗൃഹത്തിൽ കാണാതെ മടങ്ങി വന്നു. കാരാഗൃഹം നല്ല സൂക്ഷ്മത്തോടെ പൂട്ടിയിരിക്കുന്നതും കാവൽക്കാർ വാതിൽക്കൽ നിൽക്കുന്നതും ഞങ്ങൾ കണ്ടു. തുറന്നപ്പോഴോ അകത്ത് ആരെയും കണ്ടില്ല എന്നറിയിച്ചു. ഈ വാക്ക് കേട്ടിട്ട് ദേവാലയത്തിലെ പടനായകനും മഹാപുരോഹിതന്മാരും ഇത് എന്തായി തീരുമെന്ന് അവരെക്കുറിച്ച് ചഞ്ചലിച്ചു. അപ്പോൾ ഒരുത്തൻ വന്ന്, നിങ്ങൾ തടവിലാക്കിയ പുരുഷന്മാർ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ജനത്തെ ഉപദേശിക്കുന്നു എന്ന് ബോധിപ്പിച്ചു. പടനായകൻ ചേവകരുമായി ചെന്ന് ജനം കല്ലെറിയുമെന്ന് ഭയപ്പെടുകയാൽ ബലാത്കാരം ചെയ്യാതെ അവരെ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ അവരെ കൊണ്ടുവന്ന് ന്യായാധിപ സംഘത്തിന് മുമ്പാകെ നിർത്തി. മഹാപുരോഹിതൻ അവരോട്, ഈ നാമത്തിൽ ഉപദേശിക്കരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചുവല്ലോ. നിങ്ങളോ യെരുശലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു. ആ മനുഷ്യൻ്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാനിച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് പത്രോസും ശേഷം അപ്പോസ്തലന്മാരും, മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തൻ്റെ വലങ്കയ്യാൽ ഉയർത്തിയിരിക്കുന്നു. ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവരെ ഒടുക്കിക്കളവാൻ ഭാവിച്ചു. അപ്പോൾ സർവ്വജനത്തിനും ബഹുമാനമുള്ള ധർമ്മോപദേഷ്ടാവായ ഗമാലിയേൽ എന്നൊരു പരീശൻ ന്യായാധിപ സംഘത്തിൽ എഴുന്നേറ്റ് അവരെ കുറേ നേരം പുറത്താക്കുവാൻ കൽപ്പിച്ചു. പിന്നെ അവൻ അവരോട്, ഇസ്രായേൽ പുരുഷന്മാരെ, ഈ മനുഷ്യരുടെ കാര്യത്തിൽ നിങ്ങൾ എന്തു ചെയ്യുവാൻ പോകുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. ഈ നാളുകൾക്ക് മുമ്പേ ത്യൂദാസ് എന്നവൻ എഴുന്നേറ്റ് താൻ മഹാനെന്ന് നടിച്ചു. ഏകദേശം 400 പുരുഷന്മാർ അവനോട് ചേർന്നുകൂടി. എങ്കിലും അവൻ നശിക്കുകയും അവനെ അനുസരിച്ചവരെല്ലാവരും ചിന്നി ഒന്നുമില്ലാതാകുകയും ചെയ്തു. അവൻ്റെ ശേഷം ഗലീലക്കാരനായ യൂദ ചാർത്തലിൻ്റെ കാലത്ത് എഴുന്നേറ്റ് ജനത്തെ തൻ്റെ പക്ഷം ചേരുവാൻ വശീകരിച്ചു. അവനും നശിച്ച് അവനെ അനുസരിച്ചവരൊക്കെയും ചിതറിപ്പോയി. ആകയാൽ ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞുകൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷ്യമെന്ന് വരികിൽ അത് നശിച്ചു പോകും. ദൈവികമെങ്കിലോ നിങ്ങൾക്കത് നശിപ്പിപ്പാൻ കഴിയുകയില്ല. നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു എന്ന് വരരുതല്ലോ എന്ന് പറഞ്ഞു. അവർ അവനെ അനുസരിച്ചു. അപ്പോസ്തലന്മാരെ വരുത്തി അടുപ്പിച്ചു. ഇനി യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടുപോയി. പിന്നെ അവർ ദിനംപ്രതി ദേവാലയത്തിലും വീടുതോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തുവെന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.